ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്ന ഇന്ത്യ അമേരിക്ക 2020 വേൾഡ് കപ്പ്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലത്തെ കളിയിൽ ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുകയും 161 റണ്ണ് ഇന്ത്യ അടിക്കുകയും ചെയ്തു. സൂര്യകുമാർ യാദവിൻ്റെ ഒരു മികച്ച ഇന്നിങ്സാണ് അമേരിക്കയ്ക്കെതിരെ ഒരു നല്ല സ്കോറ് ഇന്ത്യക്ക് നേടിക്കൊടുത്തത്. ഒരുപക്ഷെ സൂര്യയ്ക്കൊരു അവസരം കിട്ടിയിരുന്നു. ആ അവസരം അമേരിക്കൻ ബോളർ റിട്ടേൺ ക്യാച്ചായിരുന്നു, അത് കൈവിട്ട് കളയുകയും ചെയ്തു. ആ ക്യാച്ച് പിടിക്കുകയായിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ 100-120 റണ്ണൊക്കെ എത്തുമായിരുന്നുള്ളൂ. പക്ഷേ ആ ക്യാച്ച് എടുക്കുവാനായിട്ട് അമേരിക്കയുടെ ബോളർക്ക് സാധിച്ചില്ല. 84 റണ്ണാണ് സൂര്യ എടുത്തത്. അതും അവസാനം വരെ ബാറ്റ് ചെയ്ത് 49 പന്തുകളിൽ നിന്നുമാണ് സൂര്യകുമാർ യാദവ് 89 റണ്ണ് അടിച്ചെടുത്തത്. അഭിഷേക് ശർമ്മ ഫസ്റ്റ് ബോളിൽ തന്നെ സൂപ്പർ ഡക്കായിട്ട് മടങ്ങി. അതുപോലെ തന്നെ ഇഷാൻ കിഷനും ഫോമിലേക്ക് വരാൻ കഴിഞ്ഞില്ല. സൂര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും വളരെ മോശം ഫോമാണ് തുടർന്നത്. അമേരിക്കയെ പോലെ ടീമിനോട് മികച്ചൊരു ടോട്ടൽ പടുത്തുയർത്തും എന്നാണ് നമ്മളെല്ലാം കരുതിയിരുന്നത്. പക്ഷേ ജയിച്ചത് വെറും 29 റണ്ണിനാണ് ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തിയത്. ഇതൊരു സൂചനയാണ്, വരുന്ന കളികളിൽ ഇന്ത്യ നന്നായി കളിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഒരു ചെറിയൊരു സൂചനയാണ് ഇന്നലത്തെ മത്സരം. കാരണം ഇന്നലെ ബൗൾ ചെയ്യുമ്പോൾ രണ്ടാമത് ബാറ്റിങ്ങിന് അവരിറങ്ങിയപ്പോൾ അവരുടെ വിക്കറ്റും ഫസ്റ്റ് 3 ഓവറിൽ തന്നെ അവരുടെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഒരുപക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഈ സ്കോർ എത്തിപ്പിടിക്കാൻ സാധിക്കുമായിരുന്നു. പിന്നെ സിറാജ്, കുറേ നാൾക്ക് ശേഷം സിറാജ് തിരിച്ചു വരികയും അദ്ദേഹം 3 വിക്കറ്റ് എടുക്കുകയും വിക്കറ്റിൽ ടോപ്പ് സ്കോറർ അദ്ദേഹമാണ് ഇന്ത്യയുടെ ബോളർമാരിൽ. പിന്നെ ഹർഷദീപ് സിംഗ് 2 വിക്കറ്റ് എടുത്തു. അതുപോലെ അക്സർ പട്ടേൽ 2 വിക്കറ്റ് തന്നെ എടുത്തു. പിന്നെ ഹർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റുകളൊന്നും കിട്ടിയില്ല, അദ്ദേഹം 34 റണ്ണ് വഴങ്ങി. അതുപോലെ വരുൺ ചക്രവർത്തി വിക്കറ്റില്ല, 24 റണ്ണ് വഴങ്ങി. സിറാജ് 29 റണ്ണാണ് വിട്ടുകൊടുത്തത്. ഹർഷദീപ് 18 റണ്ണ് വിട്ടുകൊടുത്തു. അക്സർ പട്ടേൽ 24 റണ്ണാണ് വിട്ടുകൊടുത്തത്. എന്തായാലും ഇന്ത്യ വിജയിച്ചു. അപ്പോൾ ഇനിയുള്ള കളികളിൽ കൂടുതൽ ശക്തമായിട്ട് തന്നെ ഇന്ത്യ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതിനുള്ള ചെറിയൊരു സൂചനയാണ് ഇപ്പം ഇന്നലത്തെ കളിയോടുകൂടി കണ്ടത്. കാരണം മറ്റു ടീമുകളൊക്കെ ഇനി മികച്ച ടീമുകളുമായിട്ട് ഏറ്റുമുട്ടാൻ കിടക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ആകെ പാകിസ്ഥാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവരും ചെറിയ ടീമുകളാണ്. അപ്പോൾ ഇനിയുള്ള ടീമുകൾ ശക്തമായിട്ട് ഇന്ത്യ തിരിച്ച് നല്ല റൺ റേറ്റ് അടിക്കുകയും 200 എബോവ് സ്കോർ ചെയ്യുമെന്നും കരുതുന്നു. എന്തായാലും ഇന്നലെ ഇന്ത്യ വിജയിച്ചു, വളരെ സന്തോഷം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ നമസ്കാരം.